RSS മേധാവി മോഹൻ ഭാഗവതിനെ അറസ്റ്റ് ചെയ്യുക. കേട്ടാൻ ഞെട്ടുന്ന വാർത്തയാണ്. ഇങ്ങനൊരു ഉത്തരവ് ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് കിട്ടിയാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? അയാൾ അതിപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മോഹൻ ഭഗവതിനെ അറസ്റ്റ് ചെയ്യാൻ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചിരുന്നു, ഉത്തരവിട്ടു. മാലേഗാവ് കേസിൽ പുരോഹിതനെയും പ്രജ്ഞാ സിംഗ് താക്കൂറിനെ മാത്രമല്ല മൊത്തത്തിൽ പിടിച്ചിട്ട് ഹിന്ദു ടെറർ എന്ന് പറഞ്ഞ വാക്കൊക്കെ ഉണ്ടാക്കിയതാണല്ലോ ആ കാലത്ത്. അതോടുകൂടി കോയിൻ ചെയ്തെടുത്ത വാക്കാണ്. അപ്പൊ പരംബീർ സിംഗ് ഇൻസ്പെക്ടർക്ക് മഹാരാഷ്ട്ര, അതായത് അന്വേഷിച്ച ATS ഉണ്ടല്ലോ, പരംബീർ സിംഗിന്റെ നേതൃത്വത്തിൽ അന്വേഷിച്ച ATSൽ അംഗമായിരുന്ന റിട്ടയേർഡ് ഇൻസ്പെക്ടർ മെഹ്ബൂബ് മുജാവർ ഇന്ന് ചാനലുകളിൽ, ദേശീയ ചാനലുകളിൽ, പ്രത്യേകിച്ച് ഇന്ത്യ ടുഡേയിൽ, ആദ്യം ഇന്ത്യ ടുഡേയിലാണ് വന്നത്, പിന്നെ റിപ്പബ്ലിക് TVയിലും ഒക്കെ വന്നു. അയാൾ മുസ്ലിമും കൂടിയാണ്. അതെ, അദ്ദേഹം വെളിപ്പെടുത്തി, അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിരുന്നു, നീ പോയി മോഹൻ ഭാഗവതിനെ അറസ്റ്റ് ചെയ്യണം എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു ദേശീയ ചാനലുകളിൽ. ഇൻസ്പെക്ടർ മെഹബൂബ് മുജാവർ. അപ്പോൾ സാഫ്രൻ ടെറർ എന്ന് പറഞ്ഞ ആഖ്യാനം, കാവി ഭീകരത, ആ ആഖ്യാനത്തിന് വേണ്ടിയിട്ട് ആണ് ഇയാൾ ചെയ്തതെന്നും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. ഇങ്ങനെ ആളുകളെയൊക്കെ തെളിവില്ലാതെയൊക്കെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ കൽപ്പിച്ചു. ഇയാൾ എന്തായാലും അത് ചെയ്തില്ല. അപ്പോൾ 2008 ഈ സ്ഫോടനം നടന്നത്. ആ സ്ഫോടനത്തിൽ തെളിവില്ലാതെ ഇപ്പോൾ ആളുകളെയൊക്കെ വിട്ടിരിക്കുന്നു. പ്രജ്ഞാ സിംഗ് താക്കൂർ തെളിവില്ലാതെ പ്രതി ചേർത്തതാണ് പ്രതി ചേർത്തതാണ്. പ്രജ്ഞാ സിംഗ് താക്കൂറിന്റെ ഒരു മോട്ടോർ ബൈക്ക് അവരുടെ പേരിലുണ്ടായിരുന്ന അവർ ഉപയോഗിക്കാത്തത് അവർ വിറ്റു. അവർ സന്യാസം സ്വീകരിക്കുന്ന സമയത്ത് 2008 മുമ്പ് 2006 ഇവർ സന്യാസം സ്വീകരിക്കുമ്പോൾ ഇവരുടെ പേരിലുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും വിറ്റു. ഈ ബൈക്ക് LML ഫ്രീഡം എന്ന് പറഞ്ഞ ബുള്ളറ്റ് ഇവർ RTO ഓഫീസിൽ അപേക്ഷ കൊടുത്ത് വേറൊരാളുടെ പേരിൽ മാറ്റി വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ചാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ്റെയും ചേസിസിൻ്റെയും നമ്പറുകൾ എറേസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നീട് ഫോറൻസിക് ലാബിൽ കൊടുത്തപ്പോൾ ഒരു നമ്പർ അവർ പുനഃസൃഷ്ടിച്ചു. ആ നമ്പർ പ്രജ്ഞാ സിംഗ് താക്കൂറിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ കോടതി പറയുന്നുണ്ട് അങ്ങനെ ഫോറൻസിക് ലാബിൽ പുനഃസൃഷ്ടിച്ച നമ്പർ പൂർണ്ണമല്ലായിരുന്നു, അപൂർണമായിരുന്നു. ഏതാനും അക്കങ്ങൾ വിട്ടുപോയിരുന്നു. അപ്പോൾ വിട്ടുപോയ അക്കങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് പ്രജ്ഞാ സിംഗ് താക്കൂറിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി. ശരിക്കും ഈ കൂട്ടിച്ചേർക്കുകയും കള്ളക്കേസ് ഉണ്ടാക്കുകയും ചെയ്യായിരുന്നു. ഗാന്ധിയുടെ കേസിൽ സാവർക്കറെ കൊടുക്കണമെന്ന് പ്രോസിക്യൂട്ടറെ വിളിച്ച് നെഹ്റു പറഞ്ഞിരുന്നു എന്ന് പിന്നീട് പ്രോസിക്യൂട്ടർ പറഞ്ഞ പോലെയാണ്. എല്ലാത്തിൻ്റെ അകത്ത് ഇങ്ങനെ പണ്ട് തൊട്ടേ ഉണ്ടെന്ന് പറയാൻ, ഇങ്ങനെ ഈ ഹിന്ദുത്വവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കുടുക്കിയിരിക്കും എന്നുള്ളത് നെഹ്റു തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ പരംബീർ സിംഗ് മുംബൈ കമ്മീഷണറായിരുന്നല്ലോ മുമ്പ്. പരംബീർ സിംഗ് പക്ഷേ അയാൾക്കെതിരായ 5 കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ ഈ മാസവും CBI ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു അയാളെ മോചിപ്പിച്ചുകൊണ്ട്. 2022 ഒരു കേസിലാണ് അയാളെ മുക്തനാക്കിയിട്ട് ക്ലോഷർ റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തത്. കഴിഞ്ഞ ആഴ്ച പോലീസ് ഇൻസ്പെക്ടർ, അത് വേറൊരു പോലീസ് ഇൻസ്പെക്ടറുടെ പരാതിയിലായിരുന്നു, താനെയിലുണ്ടായിരുന്ന BR ഗഡ്സെ എന്ന് പറഞ്ഞ, ഇതുപോലെ തന്നെ ഗഡ്സെ എന്ന് പറഞ്ഞ പോലീസ് താനെ SP ആയിരുന്നപ്പോൾ ഈ BR ഗഡ്സെക്കും ഇങ്ങനെ ഉത്തരവ് പരംബീർ സിംഗ് കൊടുത്തിരുന്നു എന്ന് കേസുണ്ടായിരുന്നു. അപ്പോൾ പരംബീർ സിംഗ് മുമ്പും ഇങ്ങനെ ചെയ്തിരുന്നു, അത് ക്ലോസ് ചെയ്തു പോയി. പക്ഷെ മറ്റേ പോലീസ് ഇൻസ്പെക്ടർ ഇന്നാണ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ മോഹൻ ഭാഗവതിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇയാളുടെ കരിയർ മൊത്തം നോക്കിയാൽ പരംബീർ സിംഗിൻ്റെത് ഇതുപോലത്തെ ഇടയ്ക്ക് അയാളെ കാണാതെയും പോയിരുന്നു. കാണാതെ പോയിട്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്തതുമൊക്കെ. അയാളെ ട്രേസ് ചെയ്യാൻ പറ്റാതെ കാണാതെ പോയിരുന്നു. എവിടെയോ പോയി. അപ്പം ഈ 33 പ്രതികൾ ആ കേസിലുണ്ടായിരുന്നു. ഈ ക്ലോഷർ റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തല്ലോ, ഇയാളെ പരംബീർ സിംഗിനെ CBI രക്ഷപ്പെടുത്തിയല്ലോ. 17 പോലീസുകാർ, ചില അഡ്വക്കേറ്റുമാർ, ചില ഫോറൻസിക് ഓഫീസർമാർ ഒക്കെ ഉണ്ടായിരുന്നു ഈ താനെ കേസിൽ. 2024 ജനുവരിയിൽ മറ്റൊരു ക്ലോഷർ റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞ കൊല്ലം. അങ്ങനെ 5 എണ്ണം പരംബീർ സിംഗിനെതിരെ തന്നെ കേസുകൾ വേറെ കിടപ്പുണ്ട്. 1988 IPS ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് അയാൾ. ഹോം ഗാർഡ് ഡയറക്ടർ ജനറൽ ആയിരുന്നു അയാൾ മുംബൈയിൽ. ഈ ഹോം ഗാർഡ് ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോഴാണ് ഇയാളെ കാണാതെ പോയത്. കാണാതെ പോയിട്ട്
ഇയാൾ ലീവ് എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലീവ് എടുത്ത ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ ഹാജരായില്ല. ഇയാൾ എവിടെയാണെന്ന് അറിയില്ല. ഇയാൾ സുപ്രീം കോടതിയിലും പോയി. എവിടെയാണെന്ന് പറയാതെ ഈ കോടതിയിൽ വന്നാൽ നിങ്ങൾക്ക് ന്യായം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയും ആ കേസ് തള്ളുകയാണ് ചെയ്തത്. ഈ സസ്പെൻഷനെതിരെ പോയപ്പോൾ ചണ്ഡീഗഡിലാണ് ഈ പരംബീർ സിംഗ് ജനിച്ചത്. താനെയിൽ കമ്മീഷണറായിരുന്നു അയാൾ. ഡയറക്ടർ ജനറൽ ഓഫ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ, അഴിമതി നിരോധനം, അതിൻ്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. ഈ ATSൻ്റെ അഡീഷണൽ കമ്മീഷണറായിരുന്നപ്പോഴാണ് ATSൻ്റെ ചീഫായത് ഇയാൾ. ആ സമയത്താണ് ഈ മാലേഗാവ് കേസ് വരുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ ആണ് ATSൻ്റെ ചീഫായിട്ട് 2008 ഇയാളെ വെക്കുന്നത്. അതിലാണ് സാധ്വി പ്രജ്ഞ സിംഗിനെ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതിനെയൊക്കെ കുടുക്കുന്നത്. മുംബൈ ആക്രമണത്തിൽ ഒബറോയ് ട്രിഡൻറ്റിൽ അന്ന് ACP ആയിരുന്നു ഇയാൾ നേരിട്ടതായിട്ട് നമുക്കറിയാം. മുംബൈ സ്ഫോടനം അത് പിന്നെ ആണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് ഒന്ന് ബാക്കിലേക്ക് പോയി. മോഹൻ ഭാഗവതിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഈ പരംബീർ സിംഗ് ഉത്തരവിടുന്നത് ഒരു മുസ്ലിം പോലീസുകാരനോടാണ്. അപ്പോൾ മോഹൻ ഭാഗവതിനെ ഒരു മുസ്ലിമിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചാൽ അതിലൂടെ കിട്ടുന്ന ഒരു പൊളിറ്റിക്കൽ മൈലേജ്, മതസ്പർദ്ധ എല്ലാം ഉണ്ട്. കലാപങ്ങൾ വേറെ വലിയ വലിയ പദ്ധതിയാണ് ഇയാൾ ആസൂത്രണം ചെയ്തത്. പണ്ട് കാന്തമാലിലൊക്കെ ഉണ്ടായിരുന്ന പോലെയൊക്കെയുള്ള കലാപമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണത്. അപ്പം ഇയാള് മുമ്പ് പ്രേക്ഷകരൊക്കെ ഓർക്കുന്നുണ്ടാവും, മുകേഷ് അംബാനിയുടെ വീടിന്റെ മുമ്പിൽ സ്ഫോടകം നിറച്ചൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരോപണം വന്നിരുന്നു. ഇയാള് ആരെയോ കൊണ്ട് അവിടെ സ്ഥാപിച്ചാണ്. ഇതുപോലെ പലതരം ആളുകളെയും കൊടുക്കാനായിട്ട് അന്ന് ഇയാളെ ഈ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. അവിടെ ഒരു കാറ് അംബാനിയുടെ വീടിന്റെ മുമ്പിൽ ഇതുപോലെ എന്തോ കുഴപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇയാൾ കൊണ്ട ഒരു പോലീസുകാരനെ സ്ഥാപിച്ചതാണ് എന്ന് പറഞ്ഞ് കണ്ടെത്തിയിട്ടാണ് ഇയാളെ മാറ്റിയത്. ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പരംബീർ സിംഗ് കൊണ്ടുപോയി ഉദ്ധവ് താക്കറേക്ക് പരാതി കൊടുത്തു. അപ്പൊ സർക്കാർ മാറിയിരുന്നല്ലോ, ഇയാൾക്ക് അനുകൂലമായ സർക്കാരായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ പരാതിയിൽ പറഞ്ഞിരുന്നത് ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ് അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ സച്ചിൻ വേസിനോട് 100 കോടി രൂപ പല വ്യവസായികളിൽ നിന്ന് സ്ഥിരമായി 100 കോടി രൂപ വീതം എല്ലാ മാസവും പിരിച്ചു കൊടുക്കണം. ഓരോ മാസവും 100 കോടി പിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പരംബീർ സിംഗ് ആണ് കൊണ്ടുപോയി പരാതി കൊടുത്തത്. എന്നിട്ട് അനിൽ ദേശ്മുഖിന് രാജിവെക്കേണ്ടി വന്നു, മന്ത്രിസ്ഥാനം പോയി. അന്ന് പിന്നീട് ദേശ്മുഖിനെ ED അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2021 പരംബീർ സിംഗ് ഒരു പിടിച്ചുപറി കേസിൽ, എക്സ്റ്റോർഷൻ കേസിൽ പെട്ടുപോയി. താനെ കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചു. അപ്പോഴാണ് ഇയാൾ ഈ ഹോം ഗാർഡ് ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് അവധിയെടുത്തിരുന്നത്. ഈ പിടിച്ചുപറി കേസൊക്കെ വന്നപ്പോൾ 2021 മെയ് 5 ഇയാൾ അനാരോഗ്യം പറഞ്ഞിട്ട് അവധിക്ക് അപേക്ഷ കൊടുത്തു. എന്നിട്ട് ഇയാൾ ഹാജരാകാത്തപ്പോൾ അവിടുത്തെ CID ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പോലീസ് മേധാവിയെ കാണാനില്ല. ഒരു IPSകാരനെതിരെ ലുക്കൗട്ട് നോട്ടീസ്. ഹോം ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറഞ്ഞാൽ DGP റാങ്കാണ്. അതെ, അങ്ങനെ ആ റാങ്കിലുള്ള ഒരാളെക്കെതിരെ ഈ പിടികിട്ടാ പുള്ളി എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വരുന്നത് ചരിത്രത്തിൽ ആദ്യമായിരുന്നു. ഇന്ത്യയിൽ ഒരു IPS ഉദ്യോഗസ്ഥന് കോടതി എന്നിട്ട് പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചു ഇയാളെ. സുപ്രീം കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതിയും അനുവദിച്ചില്ല. അച്ചടക്ക നടപടി ഉണ്ടായി. അവധി കഴിഞ്ഞു, ഇയാൾ വന്നില്ല, ഇയാളെ സസ്പെൻഷനിൽ നിർത്തി. അപ്പോൾ മാലേഗാവ് 2008 സെപ്റ്റംബർ 29 സംഭവം നടക്കുന്നത്. 2 ബോംബുകൾ, എന്നിട്ട് 9 പേര് കൊല്ലപ്പെട്ടു. അതിലാണ് ഈ ഹീറോ ഹോണ്ട അല്ലേ, ഹീറോ ഹോണ്ട LML ഫ്രീഡം ബുള്ളറ്റ് ബിക്കു ചന്ദക് എന്ന് പറഞ്ഞൊരാള് അത് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാളെ പിടിക്കുകയുണ്ടായി അന്ന്. ഏതായാലും ഇപ്പോൾ ഈ മലേഗാവ് സ്ഫോടന കേസ് ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികളെ നശിപ്പിക്കാനും ഹിന്ദു ഭീകരത എന്നുള്ള വാക്കുണ്ടാക്കിയെടുക്കാനും വേണ്ടി ആസൂത്രണം ചെയ്തതാണ്. ഈ പുരോഹിതാണെങ്കിൽ പാകിസ്ഥാൻ്റെ ISIക്ക് വലിയ പരിക്കേൽപ്പിച്ച, സിമിയുടെ നിരോധനം വരെ കൊണ്ടുവന്ന, നാസിക്കിലെ സർക്കാരിൻ്റെ കമ്മട്ടം
സെക്യൂരിറ്റി പ്രസ്സിൽ നടന്ന മഷി, കെമിക്കൽസ്, യന്ത്രഭാഗങ്ങളൊക്കെ മോഷണം നടത്തിയത് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഭരണകക്ഷി MLA ഉൾപ്പെടെ പിടികൂടിയ മിലിറ്ററി ഇൻ്റലിജൻസ് ഓഫീസറായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ കൊടുക്കാൻ ആസൂത്രണം ചെയ്ത് ശരിക്കും പാകിസ്ഥാൻ്റെ ആസൂത്രണ മികവാണ് മലേഗാവിൽ നടന്നത്. കൂട്ടത്തിൽ കോൺഗ്രസ് അതിൻ്റെ കൂടെ പങ്കുചേർന്നു. ഹിന്ദു ആശയം പറയുന്ന സംഘടനകളെയും വ്യക്തികളെയും കുരുക്കുക, അങ്ങനെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ അവസാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മലേഗാവ് സ്ഫോടനത്തിൻ്റെ അന്വേഷണം കോൺഗ്രസ് സർക്കാർ ജിഹാദികൾക്ക് വേണ്ടി ചെയ്തതാണ്. അവരുടെ ടെറർ എന്ന് പറയുമല്ലോ, ഇസ്ലാമിക് ടെറർ, അത് പണ്ടേ ഉള്ളതാണ്. എന്നാൽ അതിന് പകരമായിട്ട് ഹിന്ദു ടെറർ എന്ന് വരുത്തുക. എന്നിട്ട് ഈ മാലേഗാവ് സ്ഫോടനത്തിൻ്റെയൊക്കെ മുഴുവൻ ആസൂത്രണം മോഹൻ ഭാഗവതാണെന്ന് വരുത്തിയിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുക. ഇതായിരുന്നു ഉദ്ദേശം. അവിടം വരെ ചെന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.